പിറ്റേന്ന് രാവിലെ അബി മുകളിലത്തെ കോമൺ ബാൽക്കണിയിൽ കൂടി വെറുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ നേരത്താണ് രാഹുൽ അങ്ങോട്ട് വരുന്നത്. എന്താ, നിന്റെ ഭാര്യയെ പ്രസവിക്കാൻ കൊണ്ടുപോയോ? രാഹുലിൻ്റെ പറച്ചിൽ കേട്ട് അബി രാഹുലിനെ തുറച്ചു നോക്കി. അല്ല, നിന്റെ നടത്തവും ടെൻഷനും കണ്ടപ്പോൾ ചോദിച്ചു പോയതാ, രാഹുൽ മറുപടി പറഞ്ഞു. നീ ഇനി മിണ്ടരുത്. നിന്റെ ഒരുത്തൻ്റെ വാക്ക് കേട്ടാണ് ഞാനിന്നലെ ഓരോന്നിനിറങ്ങി തിരിച്ചത്. നിനക്കറിയാലോ എനിക്ക് ഈ കള്ളു കുടിച്ചുള്ള ശീലമൊന്നുമില്ലെന്ന്. കിളി പോയ ഞാൻ ഇന്നലെ അമ്മൂനോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. ഈ എന്തൊക്കെയെന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്? നീ നിന്റെ പഴയ ലൈനിൻ്റെ കാര്യമൊന്നും വെളിപ്പെടുത്തിയില്ലല്ലോ. ഒന്ന് പോടാ, എനിക്ക് അവളല്ലാതെ വേറെ എവിടെ നിന്നൊരു ലൈൻ. ഇതല്ല, കുറച്ചധികം റൊമാൻറ്റിക് ആവാൻ നോക്കിയതാ. നാക്ക് പിടിച്ചെടുത്ത് കിട്ടിയില്ല, അല്പം വൾഗറായിപ്പോയി. എന്തോന്ന് ബർഗറാ? ബർഗറല്ല, സാൻഡ്വിച്ച്. ഒന്ന് പോടാ. എടാ ഇത് മനസ്സിലായി, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും മൊത്തത്തിലങ്ങ് ഫ്ലോപ്പായി. ഇനി ഞാനേ ഇവിടെ നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. നിന്നെയും കൊണ്ടുപോയി കുടിപ്പിച്ചു എന്നും പറഞ്ഞ് അനു ആണെങ്കിൽ അവിടെ എനിക്ക് ഇരിക്ക പൊറുതി തരുന്നില്ല. എന്തായാലും ഞാൻ പോവാണ്. അവളുടെ പിണക്കം തീരുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അത്രയും പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് പോകുന്നത് അബി നോക്കി നിന്നു. പോകുന്നതിന് മുൻപായി രാഹുൽ ഒന്നുകൂടെ അനുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. ബെഡിലിരിക്കുകയായിരുന്ന അനു രാഹുലിനെ കണ്ടതും എഴുന്നേറ്റ് നിന്നു. എങ്കിലും ഒന്നും മിണ്ടിയില്ല. ഞാൻ പോവുക. സോറി, ഇന്നലെ രാത്രി കള്ളിൻ്റെ പുറത്ത് അറിയാതെ പറ്റിപ്പോയതാ. നിന്നോട് ചെയ്തതിനൊക്കെ ഒന്നുകൂടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും അംഗീകരിച്ച് തരില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് താലി കെട്ടിയത്. ആ ഇഷ്ടം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. അത്രയും പറഞ്ഞ് രാഹുൽ നടന്നു നീങ്ങാൻ ഒരുങ്ങവെയാണ് അനു അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അവന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൾ അവനെ പില്ലോ കൊണ്ട് അടിക്കാൻ തുടങ്ങി. നിങ്ങൾ എനിക്കിട്ട് പണിയോ അല്ലേ? നിങ്ങൾ എന്നെ കെട്ടിയത് പണി തരാനാണല്ലേ? നിങ്ങൾ കള്ള് കുടിക്കും അല്ലേ? എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ വേണ്ടാത്തിടത്തൊക്കെ നിങ്ങൾക്ക് നോക്കണം. എന്നിട്ടിപ്പോൾ എന്നെ ഒറ്റക്കാക്കി പോകണമെന്ന്. പൊയ്ക്കോ പൊയ്ക്കോ, എങ്ങോട്ട് വേണേലും പൊയ്ക്കോ. ഞാൻ മോശം പെണ്ണല്ലേ, അതുകൊണ്ടല്ലേ എന്നെ എല്ലാവരും കൂടി നന്നാക്കുന്നേ? ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തല്ലിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അത് മതിയായിരുന്നു രാഹുലിന് അവളെ പിടിച്ച് തന്നിലേക്ക് ചേർക്കാൻ. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി അവളുടെ കണ്ണുനീരൊപ്പിക്കൊടുത്തതും അവൾ കുതറി മാറാനൊരുങ്ങി. വേണ്ട, എന്നെ തൊടണ്ട, ഞാൻ പിണക്കാം. അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവളത് പറയവേ അവൾ അവൻ്റെ ചുണ്ടുകൾ തൻ്റേതാക്കി മാറ്റിയിരുന്നു. അനുവിൻ്റെ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവളുടെയും എതിർപ്പുകൾ കുറഞ്ഞു വന്നു. അവളും അവനെ തിരിച്ചു ചുംബിക്കാനൊരുങ്ങിയതും അവൻ്റെ ആവേശം വർദ്ധിച്ചു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം ഇരുവരും അടർന്നു മാറി. രാഹുലിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുവാണ് അനു. ഇനി ഞാൻ പോയിക്കോട്ടെ? അവൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് പോവാം. ഇന്ന് പാറുവിന് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ദേവും പാറവും സമ്മതിക്കുന്നില്ല. അഭിയേട്ടൻ വരുന്നുണ്ട്. അതെ, നിങ്ങൾ കൂടി വരുമോ? എനിക്കെന്തോ ദേവുവിൻ്റെ ചേട്ടനെ ഫേസ് ചെയ്യാനൊരു മടി പോലെ. നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ടല്ലോ. അവൻ്റെ കവിളിൽ വിരലിട്ടിളക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. വരാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുവാണേ ഞാൻ വരാം. ആദ്യം നീ എനിക്ക് ഒരു സ്വീറ്റ് കിസ് തരണം. എന്നിട്ട് നിന്നെ എനിക്കിന്ന് മുഴുവനായിട്ടും സ്നേഹിക്കണം. ഐ മീൻ, ഇന്നായിരിക്കും നമ്മുടെ റിയൽ ഫസ്റ്റ് നൈറ്റ്. എന്താ, സമ്മതാണോ? അവൻ്റെ കണ്ടീഷൻ കേട്ട് അനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ രാഹുലിൻ്റെ കയ്യിൽ അനു പിടുത്തോട്ടു. സമ്മതം, അവൾ നേരിയ സ്വരത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. എങ്കിൽ മോള് ഐശ്വര്യമായിട്ടെ ആ സ്വീറ്റ് കിസ്സിങ് തന്നേക്ക്. രാഹുൽ പറഞ്ഞത് കേട്ടതും അനു അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഇതെന്തോന്ന് ഉണക്ക കിസ്, ഒരല്പം ആത്മാർത്ഥതയാവാം. അവൻ്റെ പറച്ചിൽ കേട്ട് അനു അവൻ്റെ കവിളിൽ അമർത്തി മുത്തി. ഇതിപ്പോൾ ഇല്ലാത്ത ആത്മാർത്ഥത, ആർക്കോ വേണ്ടി ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിച്ച ഫീലായിരുന്നു എനിക്ക്. പറ്റില്ലെങ്കിൽ പറ പറ്റില്ലെന്ന്. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. രാഹുൽ ജാട ഇറക്കി. അന്നേരം അനു അവൻ്റെ മറ്റേ കവിളിൽ കൂടി ഉമ്മ കൊടുത്തു. പോരാ, ആത്മാർത്ഥത തീരെ പോരാ, കുറച്ചുകൂടി ഉള്ളീന്ന് വരണം. അന്നേരം അനു അവനെ കൂർപ്പിച്ചു നോക്കി അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തിയതും രാഹുലിൻ്റെ കണ്ണുകൾ വിടർന്നു. അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളും ചുംബനങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ അനു അവൻ്റെ ചുണ്ടുകളുടെ മാന്ത്രിക വലയത്തിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു.
അവളുടെ നൈറ്റിയുടെ 2-3 ബട്ടൺസ് അഴിച്ചു മാറ്റി അവളുടെ മാറിടത്തിൽ അമർത്തി മുത്തിയതും അവളവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. അവൻ അവിടെ മുഖമുരസിയും തലോടിയും അവളെ കോരിത്തരിപ്പിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അനു അവൻ സമ്മാനിക്കുന്ന അനുഭൂതിയിൽ കണ്ണടച്ച് കിടക്കുകയാണ്. ഒരു ബട്ടൺ അഴിച്ചതിനാ ഇന്നലെ എന്നെ ചവിട്ട് താഴെ ഇട്ടത്. ഓർമ്മയുണ്ടോ ആവോ? ഇതിപ്പോൾ മൊത്തം ഞാൻ കണ്ടു. അവളുടെ കാതിൽ അവൻ പ്രണയാർദ്രമായി പറഞ്ഞതും അവൾ അടച്ചു പിടിച്ച തൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ നാണത്തോടെ തുറന്നു വെച്ച നൈറ്റിയും കൂട്ടിപ്പിടിച്ച് മുഖം തിരിച്ചു കിടന്നു. ഇനി നാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് രാത്രിയോടെ ഇതൊക്കെ മുഴുവനായും. രാഹുലിനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അന്നേരം അവൻ്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന ഡ്രസ്സിലൂടെ അവളുടെ മാറിലേക്ക് പിന്നെയും നീളുന്നത് കണ്ടതും അവൾ അവനെ പില്ലോ എടുത്ത് പിന്നെയും അടിക്കാൻ തുടങ്ങി. അബിക്ക് കോഫിയുമായി വന്നതാണ് ദേവു. അപ്പോഴേക്കും അവൻ കുളി കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞിരുന്നു. നിങ്ങളിതെങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അബി സംസാരിക്കുന്നത്. അതിനിടയിൽ അവൻ കോഫി വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങി. കെട്ടൊക്കെ വിട്ടോവോ? ഐ വാണ കിസ് യു. എന്തൊക്കെയായിരുന്നു? ശരിക്കും നിങ്ങൾക്ക് എന്താ ഇന്നലെ പറ്റിയേ? എന്തിനാ നിങ്ങൾ കള്ളുടിച്ചേ? ദേവു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിനാണെന്ന് നിനക്കറിയണോ? ഇന്നലെ എനിക്ക് ഒരുപാട് സങ്കടമുള്ള ദിവസമായിരുന്നു. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളെ എന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹേർട്ടായി, ഒരുപാട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് പോയതും അവൻ്റെ പറച്ചിലിന് പിന്നിലെ പൊരുൾ ചികഞ്ഞെടുക്കുമായിരുന്നു ദേവു. എന്തൊക്കെയോ സംശയങ്ങൾ ദേവുവിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഇന്നലെ വൈകുന്നേരം അബി കുത്തി ചോദിച്ച ഓരോ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അന്നേരമാണ് തന്നെ ഇന്നലെ ഫോളോ ചെയ്തിരുന്ന ഓഡി കാർ അവളുടെ മനസ്സിലേക്ക് ഇരച്ച് കയറിയത്. ഇനിയിപ്പോൾ അതിൽ അബിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ചിന്തിച്ചു. അത് അബിയുടെ കാർ അല്ലായിരുന്നു. അതിനാലാണ് അതവൾ അത്ര കാര്യമാക്കാതിരുന്നത്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ദേവു താഴേക്ക് നടന്നു. സാരി സെലക്ഷനിലേക്കായിരുന്നു എല്ലാവരും ആദ്യം ചെന്നത്. പാറുവിനുള്ള വെഡ്ഡിംഗ് സാരി ട്രയൽ ചെയ്ത് നോക്കുവാണ്. ദേവും തൊട്ടരികിലുണ്ട്. ദക്ഷ ഒരൽപ്പം മാറി നിൽപ്പാണ്. ദേവു അവനെയും അരികിലേക്ക് വിളിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതിയെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. രാഹുലും അനുവും എത്തുന്നതേ ഉള്ളൂ. ഓരോ സാരിയായി പാറുവിനെ ഉടുപ്പിച്ച് നോക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ദക്ഷിലേക്ക് പാറി വീഴുന്നുണ്ട്. അവനാണെങ്കിൽ ഫോണിൽ കുത്തുന്ന തിരക്കിലും. അവനൊന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇതിനു മാത്രം അയാളുടെ മറ്റവൾ അതിൽ പെറ്റിക്കിടപ്പുണ്ടോ? പാറു മനസ്സിൽ പറഞ്ഞു. രാഹുലും അനുവും അങ്ങോട്ട് വരുന്നത് ദക്ഷ ദൂരെ നിന്നും കണ്ടിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ചാടി എഴുന്നേറ്റ് പാറുവിൻ്റെ അരികിലേക്ക് നടന്നു. അന്നേരമാണ് ദക്ഷ് പാറുവിനെ ശ്രദ്ധിക്കുന്നത് പോലും. പിങ്ക് എംബ്രോയ്ഡറി ബ്ലൗസോട് കൂടി ഇളം മഞ്ഞയും സ്വർണ്ണ നിറത്തിലുള്ള പട്ടും കൊണ്ടുള്ള സാരിയിൽ അവൾ അതിസുന്ദരിയായിരിക്കുന്നെന്ന് ദക്ഷിന് തോന്നി. ഒരു നിമിഷം അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ദക്ഷിൻ്റെ ആ നോട്ടം കണ്ടതും പാറുവിൽ നാണം നിറഞ്ഞു. കിളിപ്പോയ പോലെ പാറുവിനെ നോക്കി നിൽക്കുന്ന ദക്ഷിനെ കണ്ട് ദേവു ചിരി ഉള്ളിലൊതുക്കി നിൽപ്പാണ്. അപ്പോഴേക്കും രാഹുലും അനുവും അങ്ങോട്ടെത്തിയിരുന്നു. ദേ പാർവതി, ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അല്ലെങ്കിൽ നിനക്ക് ഏത് കളറാ ചേരാത്തേ? അല്ല അമ്മു, ഇതെനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. അമ്മു, മെയിൻ സാരിയായി ഇത് മതി. ആരെയൊക്കെയോ കേൾപ്പിക്കാനെന്ന് വണ്ണം ദക്ഷ പറഞ്ഞു. ദേ പാറു, ഇങ്ങോട്ട് നോക്കിക്കേ. ഈ സാരിയൊക്കെ നിനക്ക് നന്നായി ചേരുട്ടോ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. നീ നല്ല നിറമുള്ളതുകൊണ്ട് ഏത് വേണേലും ധൈര്യത്തിലെടുക്കാം. അതിനിടയിൽ ദക്ഷ് അവളുടെ ദേഹത്തേക്ക് ഓരോ സാരികൾ വെച്ച് നോക്കിക്കൊണ്ട് തന്നെ പുകഴ്ത്തി പറയുന്നത് കണ്ടപ്പോൾ പാറുവിന് ചിരിയാണ് വന്നത്. അനുവിനെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ദക്ഷിൻ്റെ സ്നേഹപ്രകടനങ്ങൾ. അതിനിടയിൽ തനിക്ക് കുടിക്കാൻ വേണോ എന്നൊക്കെയും ചോദിക്കുന്നുണ്ട്. തൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ ഇടയ്ക്കിടെ മാടി ഒതുക്കുന്നതും തന്നെ പ്രണയത്തോടെ നോക്കുന്നതും കണ്ടതും അനുവിന് കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയെങ്കിലും ആൾ തന്നെ ശ്രദ്ധിച്ചല്ലോ എന്ന തോന്നലാണ് പാറുവിനുണ്ടായത്. രാഹുലിനാണെങ്കിൽ ദക്ഷിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട്. അബിയുടെ ഫ്രണ്ട് എന്ന നിലയിൽ പരിചയപ്പെട്ടതാണ് ദക്ഷിനെ. അതിനുശേഷം മൂവരും നല്ല കൂട്ടായിരുന്നു. അനു, ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നിനക്ക് ഇത് നന്നായി ചേരുട്ടോ അല്ല ദേവു? രാഹുൽ അനുവിന് ഒരു സാരി എടുത്ത് കാട്ടിക്കൊണ്ട് ദക്ഷ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും ഒരു നിമിഷം പാറുവും ദക്ഷും അങ്ങോട്ട് നോക്കിപ്പോയി. ശരി അനു, നിനക്ക് നന്നായിട്ട് ചേരും. ദച്ചേട്ടാ, അതിൻ്റെ വേറെ കളറുണ്ടോ എന്ന് നോക്കിയേ. എനിക്കും അതുപോലെ ഒരെണ്ണം വേണമായിരുന്നു. പാറു അതും പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ അരികിലേക്ക് നടക്കാനൊരുങ്ങിയതും ദക്ഷ അവളുടെ ഇടുപ്പിൽ പിടിച്ച് നിർത്തി. നീ ഇതെങ്ങോട്ടാ പോണേ? നിനക്കുള്ള സാരി ഞാൻ എടുത്തിട്ടുണ്ട്, അത് മതി, ദക്ഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ ആദ്യമായി അതുപോലെ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഒരുതരം വെപ്രാളത്തോടെ അവൾ അവനെ നോക്കി. ദച്ചുവേട്ട, കൈയെടുക്ക്.
നേരിയ സ്വരത്തിൽ പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അത് പറഞ്ഞത്. അന്നേരം അവനൊന്നും അറിയാത്ത പോലെ കൈ പിൻവലിക്കാതെ അതുപോലെ നിന്നു. അമ്മു, ഞങ്ങൾ മുകളിലോട്ട് പോവാ, നീയും കൂടി വാ, നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സുകൾ കൂടി എടുത്തേക്കാം. പാറുവിൽ നിന്നുള്ള പിടി അയക്കാതെ ദക്ഷ് ദേവുവിനിടന്ന പോലെ പറഞ്ഞു. വേണ്ട ദച്ചോട്ടാ, നിങ്ങൾ ചെല്ല്, ഞാനില്ല. നിനക്ക് എന്ത് പറ്റിയമ്മു? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തേ, വയ്യേ? ഒന്നുമില്ല ദച്ചോട്ടാ, നിങ്ങൾ ചെല്ല്. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ദക്ഷ നടന്നു നീങ്ങി. എടാ ദക്ഷ്, പോവല്ലടാ, ഞങ്ങളും കൂടി വരുന്നുണ്ട്. അനുവിന് കുറച്ച് കാഷ്വൽ വെയർ എടുക്കണം. രാഹുൽ അവൻ്റെ പോക്ക് കണ്ട് വിളിച്ചു പറഞ്ഞു. പോടാ, ദക്ഷ് രാഹുലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ പോയതും രാഹുൽ അനുവിനെ നോക്കി കണ്ണു ചിമ്മി. അനുവും രാഹുലും സാരി നോക്കുന്ന തിരക്കിലാണ്. ദേവു വാ, നിനക്ക് സാരി എടുക്കണ്ടേ? അനു ദേവുവിന് അരികിലേക്ക് വിളിച്ചു. നിങ്ങൾ നോക്ക്, ഞാൻ അവിടെ ഉണ്ടാവും. അത്രയും പറഞ്ഞുകൊണ്ട് ദേവു കുറച്ച് അങ്ങോട്ട് മാറിയിരുന്നു. ഇതേ സമയം പാറുവിനെയും കൊണ്ട് മുകളിലെത്തിയ ദക്ഷ് അവിടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പാറുവിനോട് വേണ്ടതൊക്കെ എടുക്കാൻ പറഞ്ഞു. അത് ശരി, ഇപ്പം ഇങ്ങനെയായോ? അപ്പം അനുവിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്നേഹപ്രകടനം ഒക്കെയും. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് ദക്ഷ് അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു. അന്നേരം പാറു വാടിയ മുഖവുമായി തനിക്ക് വേണ്ട കാഷ്വൽ വെയേഴ്സൊക്കെ എടുക്കാൻ തുടങ്ങി. ദേവു ഒരൽപ്പം മാറി നിന്ന് എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. അഭി വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലോ എന്നോർത്ത് അവൾക്ക് ഒരുപാട് വിഷമം തോന്നി. അതിനൊക്കെ പുറമെ രാവിലെ അവൻ പറഞ്ഞ കാര്യങ്ങളും അവളെ അലട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ അവനോടെല്ലാം തുറന്നു പറയണം. അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നവൾക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അവൻ എന്ത് ശിക്ഷ തന്നാലും താൻ വാങ്ങിച്ചോളാം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. വാട്ട് ഹാപ്പൻ മൈ സ്വീറ്റ് ഹാർട്ട്? ഒരു ചുടുനിശ്വാസവും പതിഞ്ഞ സ്വരവും കാതോരം തുളച്ചു കയറിയതും ദേവു കണ്ണ് തുറന്നു നോക്കി. തൻ്റെ മുന്നിൽ ചെറു പുഞ്ചിരിയുമായി നിൽക്കുന്ന അഭിയെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. അവൾ സ്വയം കയ്യിൽ നുള്ളി നോക്കി. സ്വപ്നമല്ലെന്ന് ഉറപ്പ് വരുത്തി. ഞാൻ കരുതി വരില്ലെന്ന്. ദേവു പരിഭവിച്ചു. എനിക്കെങ്ങനെ വരാതിരിക്കാനാവും? എൻ്റെ അമ്മ ഹൃദയം വേദനിച്ചുകൊണ്ട് ഇവിടെ ഉറക്കം തൂങ്ങുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവരൊക്കെ എവിടെ? 2 പേരും മത്സരിച്ച് ഭാര്യമാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുക. ആണോ? എന്നാൽ നീയും കൂടി വാ, നമുക്ക് എടുത്തേക്കാം. അബി അവളെയും കൊണ്ട് സാരി സെക്ഷനിലേക്കാണ് പോയത്. അവളെ സാരിയിൽ കാണാൻ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനാൽ ദക്ഷിൻ്റെ വിവാഹത്തിനുള്ള പട്ട് സാരിക്ക് പുറമെ ഓർഗാൻസ, ഷിഫോൺ, നെറ്റ് തുടങ്ങിയ മെറ്റീരിയലിൽ വരുന്ന കുറച്ച് ഫാൻസി സാരികൾ അബി അവൾക്ക് വേണ്ടി വാങ്ങിച്ചു. രാവിലെ തന്നോട് പെരുമാറിയ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുന്ന അവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇതിലെ 2-3 സാരികൾ എനിക്ക് കാണാൻ വേണ്ടി മാത്രം ഉടുത്താൽ മതി, പുറത്തു പോകുമ്പോൾ ഉടുക്കാൻ കൊള്ളില്ല. അതാ അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും ദേവുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് അവർ ചെന്നത് സ്വർണ്ണക്കടയിലേക്കാണ്. താലി എടുക്കണം, മോതിരം എടുക്കണം. തങ്ങൾ വരുന്നില്ല എന്നും പറഞ്ഞ് അനുവും രാഹുലും വേറെ വഴിക്ക് പോയി. ദേവുവിൻ്റെ കാലിലേക്ക് സ്വർണ്ണക്കൊലുസ് അണിയിച്ചു കൊടുക്കുന്ന അബി പാറുവിൻ്റെ കണ്ണുകൾ ആ മനോഹരമായ ദൃശ്യം കുറച്ചകലിൽ നിന്ന് ഒപ്പിയെടുക്കുകയാണ്. അത് കണ്ട ദക്ഷ് അവളുടെ തലയിൽ ചെറുതായൊന്ന് കൊട്ടി. എന്താ, നിനക്ക് വേണോ? വാങ്ങിത്തരോ? വാങ്ങിത്തരാം, പക്ഷെ കെട്ടിത്തരില്ല. അതെന്താ കെട്ടിത്തന്ന? ഇപ്പം കെട്ടിത്തരില്ല, നമ്മുടെ വിവാഹം കഴിഞ്ഞ് വേണേ കെട്ടിത്തരാം. നീ വാ, വന്നിട്ടേ നിനക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചോ. ദക്ഷ പറഞ്ഞത് പ്രകാരം പാറു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സെലക്ട് ചെയ്തു. തൊട്ടരികിൽ ദക്ഷു ഉണ്ട്. പ്ലീസ് എനിക്ക് കെട്ടിത്തരൂന്നേ. വിവാഹം കഴിയും വരെ കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കിപ്പോൾ തന്നെ ഇത് കാലിൽ അണിയാൻ തോന്നുക, പാറു കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ നീ തന്നെ കെട്ടിക്കോന്നേ, ദക്ഷു പറഞ്ഞു. ഒരു സ്വർണ്ണക്കൊലുസ് കെട്ടിത്തന്ന് വെച്ചേ ഇയാളുടെ കയ്യിലെ വാച്ചൊന്നും ഊരിപ്പോയില്ലല്ലോ. റൊമാൻസിൻ്റെ ABCD അറിയാത്ത മോരടൻ, പാറു പിറുപിറുത്തു. അനു കൂടി ഇങ്ങോട്ട് വന്നിരുന്നേ എത്ര നന്നായേനെ. പാറു ഇടം കണ്ണാലെ ദക്ഷിണെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂടുതൽ ഡയലോഗ്സ് ഇറക്കല്ലേ, ഞാനിത് മാത്രമല്ല നിനക്ക് വേണ്ടി വാങ്ങിച്ചേ, ഒരു ഹിപ്പ് ചെയിൻ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നിനക്ക് അത്ര നിർബന്ധമാണേ ഞാൻ വണ്ടി വെച്ച് കൊലുസും ഹിപ്പ് ചെയിനും ഒരുമിച്ച് കെട്ടിത്തന്നേക്കാം. എന്തേ, സമ്മതാണോ? അവൻ്റെ പറച്ചിൽ കേട്ട് ഒരു നിമിഷം പാറു പതറിയെങ്കിലും ഒടുവിൽ പതർച്ച മറച്ചു പിടിച്ചു അവനൊന്ന് നോക്കി. പിന്നെ ഒരു ഉമ്മ പോലും തരാത്ത ആളാണ് എനിക്ക് ഹിപ്പ് ചെയിൻ കെട്ടിത്തരുന്നത്. ചിരിപ്പിക്കാതൊന്ന് പോയേ. റൊമാൻസ് എന്താണെന്ന് അറിയണമെങ്കിലേ അങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ അളിയനും പെങ്ങളും റൊമാൻസിൽ അങ്ങേറെ വെല്ലാൻ ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങളുടെ പെങ്ങളുടെ ഭാഗ്യം. നമുക്കൊന്നും യോഗമില്ല എൻ്റെ അമ്മിണിയെ. അതും പറഞ്ഞുകൊണ്ട് പാറു അവനെ പുച്ഛിച്ച് തള്ളി. പാറു പറയുന്നത് കേട്ട് ദക്ഷ അവളെ കൂർപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു അവരിറങ്ങി. ആമയെ തങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും തങ്ങൾ അവിടെയാണെന്നും പേടിക്കാനൊന്നുമില്ലെന്നും അനു വിളിച്ച് പറഞ്ഞിട്ടാണ് അഭിയും ദേവും അങ്ങോട്ട് തിരിക്കുന്നത്. ഇതേ സമയം ദക്ഷ് പാറുവിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.
യാത്രയിലുടനീളം ദക്ഷ് ഗൗരവത്തിലായിരുന്നു. ഈ ഗൗരവം പതിവാണല്ലോ എന്ന് കരുതി പാറു അത്ര ശ്രദ്ധിക്കാൻ നിന്നില്ല. മെയിൻ റോഡിൽ നിന്നും ദക്ഷിൻ്റെ വണ്ടി പാറുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് അവൻ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുന്നത്. പാറു സംശയത്തോടെ അവനെ നോക്കി. ദക്ഷ് തൻ്റെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി പാറുവിൻ്റെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ സീറ്റ് ബെൽറ്റും അഴിച്ചു മാറ്റി. ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്നെ വഴിയിൽ ഇറക്കിവിടാൻ പോവുകയാണോ? പാറു ചിന്തിച്ചു. അവൾക്ക് കൂടുതൽ ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ദക്ഷ് അവളെ ഒന്നുകൂടെ തന്നോട് അടുപ്പിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ വിഴിഞ്ഞു വന്നു. അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ദക്ഷ് തൻ്റെ പോക്കറ്റിൽ നിന്നും അരഞ്ഞാണം കയ്യിലെടുത്ത് പിടിച്ചു. അവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് പൊക്കി അരഞ്ഞാണം അവളുടെ അരയിലേക്ക് കെട്ടിക്കൊടുത്തതും അവളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവൻ്റെ കൈവിരലുകൾ അവളുടെ നഗ്നമായ വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ടിരുന്നതും അവളുടെ കണ്ണുകൾ താനെ കൂമ്പിയടഞ്ഞു പോയിരുന്നു. ഇതിൻ്റെ കൊളുത്തേ ഒന്ന് വീട്ടിൽ പോയി മുറുക്കിയേക്ക്. അവൻ അതിൻ്റെ കൊളുത്ത് തൻ്റെ കൈകൊണ്ട് അമർത്തുന്നതിനിടയിൽ അവളുടെ കാതോരം ചെറുതായി ഊതിക്കൊണ്ടവൻ പറഞ്ഞു. അത്രയും പറഞ്ഞ് അവളിൽ നിന്ന് അടർന്നു മാറി അവൻ തൻ്റെ സീറ്റിൽ വന്നിരുന്നതും പാറു അപ്പോഴും കിളിപ്പോയി ഇരിപ്പാണ്. അതെ, ആ ടോപ്പൊന്ന് നേരെയാക്കിക്കേ. പൊങ്ങിക്കിടക്കുന്ന അവളുടെ ടോപ്പ് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ വെപ്രാളത്തോടെ ടോപ്പ് താഴ്ത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ നോട്ടം മാറ്റിയതും ഉള്ളിലൊളിപ്പിച്ച ചിരിയാലെ ദക്ഷ് വണ്ടി മുന്നോട്ടെടുത്തു. അഭിയും ദേവും ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ മുറിക്ക് വെളിയിൽ രാഹുലും അനുവും ആരവും ഉണ്ടായിരുന്നു. അനു, ആമിക്ക് എന്ത് പറ്റിയതാടി? അഭി വെപ്രാളത്തോടെ ചോദിച്ചു. അഭി, നീ ഒന്ന് ശ്വാസം നേരെ വിട്. നീ ഒരു മാമനാവാൻ പോകുന്നു. ചെറുതായി തല കറങ്ങി വീണു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡ്രിപ്പിട്ട് കിടത്തിരിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല, രാഹുൽ പറഞ്ഞു. താനൊരു മാമനാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അഭിയുടെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടപ്പോൾ ദേവു കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇക്കണക്കിന് ഇയാളൊരു അച്ഛനാവാൻ പോകുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു നിമിഷം ദേവു ചിന്തിച്ചു പോയി. ആമിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവു അഭിയെ മുറിക്കുള്ളിലേക്ക് കയറി. കണ്ടോ, മാമനാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടോ? നമ്മളും കൂടി അവനെ ഇതുപോലെ പെട്ടെന്ന് സന്തോഷിപ്പിക്കണം. പാവം, അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ. രാഹുൽ അനുവിനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. പോ അവിടെന്ന്. അനു അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. നമുക്കേ താഴെ എൻ്റെ ക്യാബിനിലേക്ക് പോവാം. ഇത്രയും നേരം നിന്ന് റൊമാൻസിച്ചതല്ലേ, ഇനി ഒരൽപ്പം ഇരുന്ന് റൊമാൻസിക്കാം എന്നും പറഞ്ഞ രാഹുൽ അനുവിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങി. ആമിയുടെ അരികിലിരുന്ന് അഭി അവളുടെ മുടിയിലൂടെ ഒന്ന് വിരലൊടിച്ചു. അതിനിടയിൽ ആമിയെ ഓരോന്ന് ചോദിച്ച് ശല്യം ചെയ്യുന്ന ചോട്ടുവിനെ പിടിച്ചവൻ മടിയിലിരുത്തി. ഡി കുറുമ്പി, ആമി ചേച്ചിക്ക് വയ്യെന്ന്. ചേച്ചി ഉറങ്ങിക്കോട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. അഭി പറയുന്നത് കേട്ടതും ചോട്ട് തലയാട്ടി. അതിനിടയിൽ അഭി തൻ്റെ പോക്കറ്റിൽ കയറ്റി ഗോൾഡ് ബ്രേസ്ലെറ്റ് എടുത്ത് ചോട്ടുവിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തതും അവളുടെ കണ്ണുകൾ വിടർന്നു. ചോട്ടൂസിന് ഇഷ്ടമായോ? അഭിയുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ചോട്ടു തൻ്റെ സന്തോഷം അറിയിച്ചു. ദേവു ആ കാഴ്ച നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അപ്പോൾ ഞങ്ങൾക്കില്ലേ? അപ്പുവാണ് ചോദിച്ചത്. നിങ്ങൾ കുഞ്ഞാണോ? അഭി തിരിച്ചു ചോദിച്ചു. അപ്പോൾ ദേവു ചേച്ചി കുഞ്ഞാ? എന്ത് ഭംഗിയാ കൊലുസ്! അച്ചു കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. അഭി ഒരു നിമിഷം പതറി. ഇനി ആരും പിണങ്ങണ്ട, നിങ്ങൾക്കുള്ളത് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തന്നോളാം. അല്ലെങ്കിലും ഞങ്ങൾക്കറിയായിരുന്നു ദേവു ചേച്ചി ഞങ്ങൾക്ക് കൂടി വാങ്ങിക്കുമെന്ന്. അപ്പു ദേവുവിൻ്റെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ക്രെഡിറ്റ് മുഴുവൻ ചേച്ചിക്ക്. നിന്റെ സ്നേഹത്തിന് പിന്നിൽ എന്താണെന്നേ ഞാൻ അറിയുന്നുണ്ട്. അഭി കൊള്ളിച്ച് പറഞ്ഞതും ദേവ് വീണ്ടും ഒന്ന് പതറി. എവിടെ നമ്മുടെ ഭാവി പഞ്ചായത്ത് പ്രസിഡന്റ്? അഭി ചോദിച്ചു. നാളെ വോട്ടെണ്ണലാണല്ലോ, അതിൻ്റെ തിരക്കിലായിരിക്കും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞു. അഭിയൊന്ന് അമർത്തി മൂളി. അതേ സമയത്താണ് ഹർഷൻ അങ്ങോട്ട് കയറി വരുന്നത്. ഹർഷനെ കണ്ടതും എല്ലാവരും മുറിവിട്ടിറങ്ങി. അന്നേരം അഭി ഹർഷനെ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കാനും മറന്നില്ല. ഈ ഹിറ്റ്ലർക്ക് ഇതെന്തിൻ്റെ കേടാ? കഴിവുള്ളവർ ഇതുപോലെ പെട്ടെന്ന് അച്ഛനായെന്നൊക്കെ ഇരിക്കും. ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു. ഇവനോട് കഴിവ് തെളിയിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല പിന്നെ, ഹർഷൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആമിയുടെ അരികിലേക്ക് നടന്നു. അവൻ ആമിയുടെ അരികിൽ വന്നിരുന്നു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ആശേട്ടാ, നമ്മുടെ വാവ. അവൻ്റെ കൈ തൻ്റെ വയറിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആമി പറഞ്ഞതും അവൻ്റെ കണ്ണ് നിറഞ്ഞു. നിറഞ്ഞ കണ്ണാലെ അവൻ അവളുടെ വയറിൽ ചുംബിച്ചു. അവളുടെ വയറിൽ പതിയെ വിരലൊടിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും ആമി അവൻ്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. ഹർഷേട്ടൻ എന്തിനാ കരയുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടേ? നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ആമി? ഹർഷൻ ചോദിച്ചു. ദേഷ്യമോ? എന്തിന്? ഞാനിങ്ങനെ നടക്കുന്നതിൽ നിനക്ക് ദേഷ്യമൊന്നുമില്ലേ? നിനക്കൊന്ന് വയ്യാതായപ്പോൾ ഞാൻ അരികിലില്ലാതായിപ്പോയല്ലോ. സോറി ആമി. എന്തിനാ ഹർഷേട്ട സോറിയൊക്കെയും? മുൻപ് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഹർഷേട്ടനെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. എനിക്ക് ഉറപ്പുണ്ട് നാളത്തോടെ ഹർഷേട്ടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്.
ഹർഷേട്ടൻ നല്ലൊരു നേതാവാണെന്ന് എനിക്കറിയാം. ഹർഷേട്ടൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിച്ചാൽ മതി. ആർക്ക് വേണ്ടിയോ നിങ്ങൾ മാറണമെന്നില്ല. ഞാൻ എന്നും കൂടെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി ഓടിച്ചാടി നടക്കുമ്പോൾ എന്നെയും കുഞ്ഞിനെ ഒന്ന് ഓർത്താൽ മാത്രം മതി. അവൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്താകെ ഒഴുകി നടന്നു. രാത്രിയിൽ ബാൽക്കണിയിലെ റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് അഭി ഗാഢമായ ചിന്തയിലായിരുന്നു. അപ്പോഴാണ് പിന്നിലൂടെ വന്നു ദേവു അവനെ ഇറകെ പുണരുന്നത്. അവൻ്റെ പിന്നിലൂടെ കൈയിട്ട് പുണർന്നുകൊണ്ട് അവൻ്റെ പുറത്ത് അവൾ തൻ്റെ കവിളി ചേർത്ത് വെച്ചു. അതുപോലെ നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അവൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. ഇതെന്താ സാരിയൊക്കെ ഉടുത്ത്? തിരിഞ്ഞു നോക്കാതെയാണ് അവനത് ചോദിച്ചത്. ഇതെന്ത് മാജിക്? എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി പറഞ്ഞു. എങ്കിൽ പറ, ഞാൻ ഏത് സാരിയാണ് ഉടുത്തിട്ടുള്ളത്? ഇന്ന് വാങ്ങിച്ച സാരി. ശരി, എങ്കിലേ അതിലേത് സാരിയാണെന്ന് കൂടി പറഞ്ഞാൽ നിങ്ങളെ ഈ മത്സരത്തിൽ വിജയിയായി പ്രഖ്യാപിക്കും. വെരി സിമ്പിൾ, റോസ് ഗോൾഡിൽ സിൽവർ വർക്ക് വരുന്ന സാരി. ഓ മൈ ഗോഡ്, അതെങ്ങനെ മനസ്സിലായി? പിന്നെ മനസ്സിലാവാതെ, കൂട്ടത്തിൽ ഏറ്റവും ഹോട്ട് സാരി അതായിരുന്നു. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും അതായിരുന്നു. നീ ഇന്നേ ഈ സാരി ഉടുത്ത് എൻ്റെ അരികിൽ വരുമെന്നും എനിക്കറിയായിരുന്നു. ഞാൻ വിജയിച്ചിരിക്കുന്നു. എവിടെ എൻ്റെ സമ്മാനം? ദേവുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് അഭി പറഞ്ഞു. അന്നേരം അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തി. അവനവളെ അടിമുടി ഒന്ന് നോക്കി. നെറ്റ് സാരി, ഫ്രണ്ട് ഡീപ്പായിട്ടുള്ള വി നെക്കോട് കൂടെ സ്ട്രാപ്പ് സ്ലീവിൽ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസ്. ആ സാരിയിൽ അവളുടെ ശരീരത്തിൻ്റെ ആകാരവടിവും വയറും എടുത്തു കാട്ടുന്നുണ്ട്. അവനവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പൂർണ്ണമായും നഗ്നമായ അവളുടെ പുറമേനിയിലൂടെ പതിയെ തഴുകിക്കൊണ്ട് അവളുടെ കാതിൻ തുമ്പ് നുണഞ്ഞുകൊണ്ടവൻ അത് ചോദിച്ചതും തൻ്റെ മനസ്സെങ്ങനെ അവൻ വായിച്ചു എന്ന പോലെ അവൾ അവനെ നോക്കി. അവൻ അവളെയും കൊണ്ട് ബെയിൻ ബാഗിൽ വന്നിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി.